കനത്ത മഴയിൽ ആലുവ നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിലായി. വഴിയോര കച്ചവടക്കാരും വ്യാപാരികളുമാണ് വെള്ളം കയറിയതോടെ കൂടുതൽ പ്രതിസന്ധിയിലായത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ സംരക്ഷണ സമിതി നഗരസഭാ സെക്രട്ടറി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ഉപരോധിച്ചു. ആലുവയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൗരാവകാശ സംരക്ഷണ സമിതി നഗരസഭാ സെക്രട്ടറി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ഉപരോധിച്ചത്. മാർക്കറ്റ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അൻവർ ആശുപത്രി റോഡ്, ബാങ്ക് കവല, കടത്തുകടവ് റോഡ്, ബ്രിഡ്ജ് റോഡ്, മാർക്കറ്റ് ഭാഗത്തെ ബൈപ്പാസ് അടിപ്പാതകൾ, എറണാകുളം റോഡ്, KSRTC പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് ഉണ്ടാകാറ്. ഇതിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾക്കാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിൽ വലിയ നഷ്ടമുണ്ടായത്. ഇവിടെ മാത്രം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിവരം. മെട്രോ സ്റ്റേഷൻ പരിസരം, ബാങ്ക് കവല, ടെമ്പിൾ റോഡ്, ബാങ്ക് കവല, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശാശ്വതമായി നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർക്ക് നിവേദനവും നൽകി. മെയ് 28-ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കാമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവർക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. ഉടൻ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൗരാവകാശ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സാബു പരിയാരത്ത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർക്കും എതിരല്ല. പക്ഷേ നാടിൻ്റെ വിഷയത്തിന് പൗരാവകാശ സംരക്ഷണ സമിതിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ജില്ലാ കളക്ടർ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങിയവർക്കും ഞങ്ങൾ പരാതി നൽകുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തീരുമാനമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ബഹുജന സംഘടനകളെയും വ്യാപാരി സംഘടനകളെയും അത് വ്യാപാരി സുഹൃത്തുക്കളെയും അതേപോലെ നാട്ടുകാരെയും മറ്റ് ഇതര പ്രസ്ഥാനങ്ങളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി പൗരാവകാശ സംരക്ഷണ സമിതി മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് ഞങ്ങൾ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ എല്ലാവരും കൂടി ഇവിടെ അധികാരികളെ കാണുവാനും അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും എത്തിയിട്ടുള്ളത്. ഉപരോധ സമരത്തിന് ഭാരവാഹികളായ VX ഫ്രാൻസിസ്, ഹനീഫ കുട്ടോത്ത്, മോഹൻ റാവു, AV മുഹമ്മദ് ബഷീർ, M ഷാജഹാൻ, ബാവക്കുട്ടി, ബഷീർ കല്ലുങ്കൽ, മുസ്തഫ എടേപ്പുറം, ബാബു കുളങ്ങര, OU ജോസ്, PK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,